ഗായ്സ്, ഇന്നൊരു പെണ്ണ് കാണലാണേ. അപ്പോൾ ഇന്ന് എൻ്റെ ഏട്ടൻ്റെ അനിയത്തിയുടെ പെണ്ണ് കാണലാണ്. ഏട്ടൻ്റെ അനിയത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കസിനാണ്. അപ്പോൾ അവിടെ പെണ്ണ് കാണലിന് വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അതിൻ്റെ ഒരുക്കവും കാര്യങ്ങളും തിരക്കും. ഇവിടെ എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്, ചിറ്റ, അമ്മയുടെ അനിയത്തി, ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചിമാരെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ചേച്ചിമാരൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അടുത്തുള്ള വീടുകളൊക്കെയാണ്. അപ്പോൾ ചിറ്റപ്പനാണത്. എല്ലാവരും നല്ല വൈബാണ്. കാരണം വേറെ ആരും ഇല്ല, 2 പെൺപിള്ളേരാണ്. അവരുടെ അമ്മയില്ല, അമ്മ മരിച്ചു പോയത്. കൊറോണ സമയത്താണ് അമ്മ മരിച്ചു പോയത്. പിന്നെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛന് വയ്യാതെ കിടപ്പാണ്. അപ്പോൾ ഞങ്ങൾ അവളെ കെട്ടിച്ച് വിടുന്നതല്ലേ, അതിലൊരു ത്രില്ലിങ് അതാണ് കേട്ടോ. പെണ്ണാ നീല ടോപ്പിട്ട് ബാക്കി എല്ലാ അനിയത്തിമാരൊക്കെയാണ്. അനിയത്തിമാരെന്ന് വെച്ചാൽ ഏട്ടൻ്റെ അനിയത്തിമാർ നമ്മുടെ അനിയത്തിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഒരുക്കവും കാര്യങ്ങളൊക്കെയാണ്. രാവിലെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ വന്നായിരുന്നു. ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ. ഓർഡർ ചെയ്തു. അപ്പവും ഇടിയപ്പം, ചിക്കൻ കറി ഒക്കെ വന്നത്. ഇത് പെണ്ണിൻ്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ പെണ്ണിനെ ഞങ്ങൾ ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഒരു സ്നേഹിച്ച് കെട്ടിയതാണ്. തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കമ്പനിയിൽ തന്നെയാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുന്നേ രാവിലെ അവർ ഒരുമിച്ച് കണ്ടതോളം അമ്പലത്തിലൊക്കെ ഒരുമിച്ച് പോയി. ഇന്നലെ ഒരു ടെൻഷൻ കാണുമല്ലോ. കാരണം പെണ്ണ് കാണുന്നതെന്ന് പറയുമ്പോൾ ഒരു ടെൻഷൻ കാണും. കാരണം അവർ അമ്മ അച്ഛനൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ടെൻഷനും കാണും. ഞങ്ങൾ വീട്ടിൽ ചിരിപ്പിക്കുന്നുണ്ട്, ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുക കേട്ടോ. അവിടെ അമ്മയാണ് കേട്ടോ പുറയിലത്തെ കാണുന്ന ഫോട്ടോ. പിന്നെ കാണിക്കാം. അപ്പോൾ ചെറുക്കനും അവരുടെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ചേട്ടനുണ്ട്, അച്ഛനുണ്ട്, അമ്മ, ചേച്ചിയുടെ മോന്, അവരെല്ലാവരും ഉണ്ട്. വന്നത് അവരുടെ പെണ്ണിൻ്റെ വീട്ടുകാർക്കുള്ള ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പെണ്ണിൻ്റെ വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ അച്ഛനും ചേച്ചിക്കും അവക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ഫ്രൂട്ട്സ് കാര്യങ്ങൾ അവരുടെ ആചാരമാണെന്നാണ് പറയുന്നത്. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഇത് ചേച്ചിയാണ് കേട്ടോ, പെണ്ണിൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കണ്ട് ചായ അല്ല ജ്യൂസായിരുന്നു കൊടുത്തത് കേട്ടോ. ജ്യൂസൊക്കെ കൊടുത്തു. പിന്നെ പെണ്ണും ചെറുക്കനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂവൊക്കെ കൈമാറി. അന്നേരം അതെടുക്കാൻ പറ്റിയില്ല, ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ ജ്യൂസൊക്കെ കൊണ്ടു കൊടുത്തു. കുറേ നേരമൊക്കെ സംസാരിച്ചു. എന്നിട്ട് കാപ്പിയൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഊണൊക്കെ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. ഊണൊക്കെ കൊടുത്തു. ഊണിന് മീൻ കറി ഉണ്ടായിരുന്നു, പീര ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ബോറടിച്ചൊക്കെ ഇരിക്കല്ലേ. അപ്പോൾ കായലിലൊക്കെ ഒന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കായലിലൊക്കെ പോയി. സൈഡിലൊക്കെ പോയി നിന്ന് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും. കാരണം നല്ല പക്ക മെമ്പർ എന്ന് വെച്ചാൽ വളരെ പക്ക മെമ്പർ. അവരുടെ അച്ഛനും അമ്മയും പുള്ളിയുടെ ചേച്ചി, പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ ചേച്ചി ചേട്ടനൊക്കെ നല്ല വൈബായിരുന്നു. കാരണം നല്ല സ്നേഹമുള്ള ആൾക്കാരാട്ടോ തിരുവനന്തപുരംകാർ. നമുക്ക് പറഞ്ഞറിവില്ല, കേട്ടറിവില്ല, ഒന്നുമില്ല. പക്ഷേ അടുത്തറിഞ്ഞപ്പോൾ നല്ല ആൾക്കാർ. ഞങ്ങൾ കുറേ നേരമൊക്കെ കായലിൻ്റെ അടുത്ത് പോയി കേട്ടോ. ആദ്യമായിട്ട്